അനേറോബിക് റെസ്പിറേഷൻ അറിയാവുന്നതല്ലേ, പഠിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ അനേറോബിക് റെസ്പിറേഷൻ 2 ടൈപ്സ് ആയിരുന്നു, ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനും ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും അല്ലേ, കറണ്ടായിരുന്നല്ലോ. പിന്നെ പറഞ്ഞത് ഏതാണെന്നാണ് പറഞ്ഞത്? ഒന്ന് നിങ്ങളുടെ പൈറൂവിക് ആസിഡ് എങ്ങോട്ടായിരിക്കും എൻ്റർ ചെയ്യുന്നത്? 2 മോളിക്യൂൾ പൈറൂവിക് ആസിഡ് ഉണ്ടായല്ലോ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന്. ഒന്നേ അത് അനേറോബിക് റെസ്പിറേഷനിലേക്ക് എൻ്റർ ചെയ്യും, അതായത് ഒന്നീ ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, അല്ലേലോ അത് എയറോബിക് റെസ്പിറേഷനിലേക്ക് പോകും. ആ 2 മോളിക്യൂൾ പൈറൂവിക് ആസിഡ് പറഞ്ഞ മനസ്സിലായോ? നോക്കിയേ, എയറോബിക് റെസ്പിറേഷൻ നടക്കുന്ന എവിടെയാണ് എന്നുള്ളതാ ചോദ്യം. എവിടെ വെച്ചായിരുന്നു ഗ്ലൈക്കോളിസിസ് നടന്നത്? അതായത് ഗ്ലൂക്കോസ്, ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 മോളിക്യൂൾ പൈറൂവിക് ആസിഡ് കിട്ടിയില്ല, അത് എവിടെ വെച്ചായിരുന്നു? സൈറ്റോപ്ലാസം, സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് 2 മോളിക്യൂൾ പൈറൂവിക് ആസിഡ് ഉണ്ടായെങ്കിൽ ഈ പൈറൂവിക് ആസിഡിനെ സെല്ലിൻ്റെ മൈറ്റോകോൺട്രിയയിലേക്ക് കയറ്റിക്കിട്ടും. ഇങ്ങോട്ടാ മൈറ്റോകോൺട്രിയയിലേക്ക്. ക്ലിയർ ആണല്ലോ? എയറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺട്രിയ ഓഫ് സെൽ. സെല്ലിൻ്റെ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് എന്ത് നടക്കുന്നത്? എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ദ പൈറൂവിക് ആസിഡ് ഫോം ഡ്യൂറിങ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസിൻ്റെ സമയത്ത് എന്തുണ്ടായിരുന്നു? ഏറ്റവും അവസാനം പൈറൂവിക് ആസിഡ് ഉണ്ടായിരുന്നു. എങ്കിൽ ആ പൈറൂവിക് ആസിഡിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് എവിടെ കൊണ്ടുപോകും? നമ്മൾ മൈറ്റോകോൺട്രിയയിൽ കൊണ്ടുപോകും. എന്തിനു വേണ്ടി? ഫർദർ ബ്രേക്ക് ഡൗൺ നടക്കും. ഫ്രീ കാർബണായ പൈറൂവിക് ആസിഡ് ഇല്ലേ, ഇത് ഫർദർ ബ്രേക്ക് ഡൗൺ നടക്കണമല്ലോ, അതിനെവിടെ കൊണ്ടുപോകും? മൈറ്റോകോൺട്രിയയിൽ. മനസ്സിലായോ? എയറോബിക് റെസ്പിറേഷനകത്ത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ഈവൻസ് ആണുള്ളത്. അതിലൊരു ഈവൻ്റ് എഴുതിയിട്ട് മനസ്സിലായോ? ഇനി ഒരു ഈവൻ്റ് കൂടെ ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്നത് ETS എന്ന് പറയും. അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. എന്തുവാ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതാണ് രണ്ടാമത്തെ ക്രൂഷ്യൽ ഇവന്റ്. ഒന്നാമത്തെ ക്രൂഷ്യൽ ഇവന്റ് നമ്മൾ ഈ വരച്ചിട്ടേക്കും. അത് നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുന്നു. നമ്മുടെ പൈറൂവേറ്റ് ഇല്ലേ, അല്ലെ പൈറൂവിക് ആസിഡ്, അതിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഹൈഡ്രജൻ അതിനകത്തുനിന്ന് റിമൂവ് ചെയ്യുന്നത്. നിങ്ങളുടെ 3 കാർബൺ കോമ്പൗണ്ട് ആയ പൈറൂവിക് ആസിഡ് ഇല്ലേ, അതിനകത്തുനിന്ന് ഹൈഡ്രജൻ റിമൂവൽ നടന്നുകൊണ്ടേയിരിക്കും ഈ ബ്രേക്ക് ഡൗണിന്റെ സമയത്ത്. കണ്ടേ, H+, ഇങ്ങനെ ഹൈഡ്രജനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ് ബൈ ദ സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഓൾ ഹൈഡ്രജൻ ആറ്റംസ്. അങ്ങനെ ബാക്കി എന്ത് മാത്രം വരും? 3 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ്. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഏറ്റവും അവസാനം 3 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് ആയിരുന്നു. പറഞ്ഞ് മനസ്സിലായി? ലീവ് ചെയ്യുന്നു. അതായത് ഇവിടെ കണ്ടോ ഒരു കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോയേക്കുന്നത്, ഇവിടെ കണ്ടോ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോയേക്കുന്നത്, കണ്ടോ ഇവിടെ കാർബൺ ഡയോക്സൈഡ് വരും. അങ്ങനെ 3 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് മാത്രം ബാക്കി വരുന്നത്. ആരെ ബ്രേക്ക് ഡൗൺ നടത്തുമ്പോൾ? പൈറൂവിക് ആസിഡിന്റെ ബ്രേക്ക് ഡൗൺ നടത്തുന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പോൾ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ എന്തൊക്കെയാണ് ക്രൂഷ്യൽ ഇവന്റ്? ഒന്നാമത്തെ ക്രൂഷ്യൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈറുവേറ്റ് ഇല്ലേ, അല്ലെ പൈറൂവിക് ആസിഡ്, അതിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുക. എന്ത് റിമൂവ് നടത്തിക്കൊണ്ട്? ഹൈഡ്രജന്റെ റിമൂവൽ നടത്തും. ഹൈഡ്രജന്റെ റിമൂവൽ നടക്കുമ്പോൾ ഇലക്ട്രോൺസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം പഠിക്കുന്ന ETS, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഈ ഒരു സൈക്കിളിനകത്ത് നിങ്ങൾ എന്തേ പഠിക്കുകയുള്ളൂ? ആ H+ന്റെ റിമൂവൽ ഉണ്ടല്ലോ, അത് നിങ്ങൾ കാണും. 3 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് പോയതും കാണും, ലീവ് ചെയ്ത് പോയത് പൈറുവിക് ആസിഡിലും. അതായിരിക്കും നിങ്ങൾ ഈ സൈക്കിളിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ് സ്റ്റെപ്പ് വൈസ് ആയിട്ട്, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ എന്ത് റിമൂവ് ചെയ്യും? എല്ലാ ഹൈഡ്രജൻ ആറ്റങ്ങളും റിമൂവ് ആവും, ലീവിങ് 3 മോളിക്യൂൾ ഓഫ് കാർബൺ ഡയോക്സൈഡ്. എന്ത് മാത്രം ബാക്കി വരും? കാർബൺ ഡയോക്സൈഡ് മാത്രം 3 മോളിക്യൂൾ. പറഞ്ഞാൽ മനസ്സിലാവും? എടാ, റെസ്പിറേഷന്റെ എൻഡ് പ്രോഡക്റ്റ് എന്തുവാ? കാർബൺ ഡയോക്സൈഡ് അല്ലേ? കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് എനർജി എന്നല്ലായിരുന്നു? വാട്ടർ നിങ്ങൾ പഠിച്ചു കുറച്ച് മുമ്പ്. ഗ്ലൈക്കോളിസിസിൽ നിങ്ങൾ വാട്ടർ റിമൂവൽ കണ്ടില്ലായിരുന്നു? അതിനെന്ത്? നിങ്ങൾക്ക് കാർബൺ ഡയോക്സൈഡ് റിമൂവലാണല്ലോ. പിന്നെ എനർജി, ഈ ATP ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധനം എനർജി. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കും കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് എനർജി എന്ന് മാത്രം. ഇപ്പം നിങ്ങൾ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള സൈക്കിളുകളിൽ പഠിക്കുക. എവിടെയാണ് ഈ വാട്ടർ ഉണ്ടായത്, എവിടെയാ കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്തത്, എവിടെയാ എനർജി ഉണ്ടാകുന്നത്? മനസ്സിലായോ? ATP എവിടെ കാണുന്നു അവിടൊക്കെ എനർജി ഉണ്ടായെന്ന് അർത്ഥം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം ആ പരിപാടി മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഹൈഡ്രജന്റെ റിമൂവലും 3 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡിന്റെ റിമൂവലും, അത് നടക്കുന്നത് എവിടെയാണെന്നറിയോ? മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ വെച്ചാൽ. എവിടെ വെച്ചാൽ? മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സ്. ഞാൻ നിങ്ങൾക്ക് മൈറ്റോകോൺട്രിയയുടെ പടം കാണിച്ചു തരാം, അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, അവിടെയാണ് മൈറ്റോകോൺട്രിയ പഠിക്കുന്നത്. നമ്മളത് പഠിച്ചിട്ടില്ല, പഠിക്കാം.
ഇത് നോക്കിക്കേ, ഇതാണ് മൈറ്റോകോൺട്രിയയുടെ പടം. കണ്ടോ? ഇതിനകത്ത് ഇത് കണ്ടോ അകത്തെ ഭാഗം? ഈ അകത്തെ ഭാഗം കണ്ടോ? ഈ പച്ച കളറിൽ കാണുന്നത് ഇതാണ് മാട്രിക്സ്, അകത്തുള്ള ഭാഗം. അതിനെ എന്ത് വിളിക്കുന്നത്? മാട്രിക്സ്. പച്ച കളർ പറഞ്ഞാൽ മനസ്സിലായോ? ഈ കാണുന്ന അകത്ത് ഈ സ്പേസ് ഉണ്ടല്ലോ, അകത്തുള്ള സ്പേസ്, ഇതിനെ ആ മാട്രിക്സ് എന്ന് വിളിക്കുന്നത്, മൈറ്റോകോൺട്രിയ. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ എന്നെ കണ്ട ഈ ഭാഗം ഇതാണ് മാട്രിക്സ് എന്ന് പറയുന്ന ഭാഗം. കണ്ടോ? ഈ സ്പേഷ്യസ് റീജിയൻ ഇവിടെയാണ് മാട്രിക്സ്. ഇവിടെ വെച്ചാണ് ഇത് നടക്കുന്നത്, ക്രബ് സൈക്കിൾ നടക്കുന്നത്. അല്ലെ, ഇവിടെ വെച്ചാണ് ഹൈഡ്രജന്റെ എന്ത് നടക്കുന്നത്? റിമൂവൽ നടക്കുന്നത്. അതുപോലെ 3 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് ലിബറേറ്റ് ചെയ്യുന്നു. മൈറ്റോകോൺട്രിയയുടെ എവിടെ വെച്ചാൽ? മാട്രിക്സിൽ വെച്ച്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? പിന്നെ നാണ്ട ഈ മൈറ്റോകോൺട്രിയക്ക് നാണ്ട കണ്ടോ ഒരു ഔട്ടർ മെമ്പറൈൻ കണ്ടോ? ഒരു ഔട്ടർ മെമ്പറൈനും ഉണ്ട്. കണ്ട അകത്തുള്ള ഈ മെമ്പറൈൻ കണ്ടോ? ഇന്നർ മെമ്പറൈൻ. ഏതൊക്കെയാ? ഒന്ന് വെളിയിലുള്ള ഔട്ടർ മെമ്പറൈൻ, പിന്നെ അകത്തുള്ള ഇന്നർ മെമ്പറൈൻ. ശരിയാണോ പറഞ്ഞത്? ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് കണ്ടോ? ഈ ഔട്ടർ മെമ്പറൈൻ്റെ ഇന്നർ മെമ്പറൈൻ്റെ ഇടയ്ക്ക്, അതാ ഇന്നർ മെമ്പറൈനിയസ് റീജിയൻ എന്ന് പറയുന്നത്. ഇന്നർ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ അതാ അവിടെ വെച്ചാൽ ETS പിന്നുള്ള പരിപാടിയാണ്. പോട്ടെ, ഇപ്പം നിങ്ങൾക്ക് മാട്രിക്സ് അല്ലായിരുന്നു അറിയേണ്ടത്. മാട്രിക്സ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ശരി. അപ്പോൾ പൈറൂവിക് ആസിഡ് അല്ലെ പൈറൂവേറ്റിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ അല്ലെ ഹൈഡ്രജൻ റിമൂവൽ അല്ലെ 3 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്ന പ്രോസസ് അത് മാട്രിക്സിൽ വെച്ചാണ് നടക്കുന്നത്. മൈറ്റോകോൺട്രിയയുടെ എവിടെ വെച്ചാൽ? മാട്രിക്സ് എന്ന് പറഞ്ഞ ഭാഗത്താണ്. ദ പാസിംഗ് ഓഫ് ഇലക്ട്രോൺസ് റിമൂവ്ഡ് ആസ് പാർട്ട് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് കൂടെ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു? റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഇലക്ട്രോൺസിന്റെ പാസിംഗ് ഉണ്ടല്ലോ, അത് നടക്കുന്നത് എവിടെ വെച്ചാണെന്നറിയോ? ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. നിങ്ങൾ കാണിച്ചില്ല ഇന്നർ മെംബ്രെയിൻ? ഇതാണ് ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ ഈ ഭാഗം ഇവിടെ വെച്ചാണ് നടക്കുന്നത്. എന്ത്? പാസിംഗ് ഓഫ് ഇലക്ട്രോൺസ്. പാസിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഒരു സിസ്റ്റമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അവിടെ നിങ്ങൾ പഠിക്കുക എങ്ങനെ ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇന്നർ മെംബ്രെയിൻ. പറഞ്ഞാൽ മനസ്സിലായി? EPSന് ഞാൻ ഇമ്പോർട്ടൻസ് കുറച്ചാണ് കൊടുക്കുന്നത്, ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളുടെ ആദ്യത്തെ ക്രൂഷ്യൽ ഇവന്റ് പറഞ്ഞാൽ മനസ്സിലായി? സെക്കൻഡ് ക്രൂഷ്യൽ ഇവന്റ് മനസ്സിലായല്ലോ? ദ പാസിംഗ് ഓഫ് ഇലക്ട്രോൺസ് റിമൂവ്ഡ് ആസ് പാർട്ട് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ക്ലിയർ ആണോ പറഞ്ഞത്? അതുപോലെ സൈമൾട്ടേനിയസ് സിന്തസിസ് ഓഫ് ATP. ഇത് നടക്കുന്ന സമയത്തല്ല, ഫസ്റ്റ് ക്രൂഷ്യൽ ഇവന്റ് നടക്കുമ്പോഴാണെങ്കിലും സെക്കൻഡ് ക്രൂഷ്യൽ ഇവന്റ് നടക്കുന്ന സമയത്താണെങ്കിലും എന്തുണ്ടാവും? ATP ഉണ്ടാവും. അങ്ങനെയല്ലേ റെസ്പിറേഷൻ നടക്കുന്നത്? റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് എന്തിനു വേണ്ടി നിങ്ങൾ നടത്തുന്നത്? എനർജി ഒബ്റ്റെയിൻ ചെയ്യും, അല്ലെ ATP ഉണ്ടാക്കാം. പറഞ്ഞ ക്ലിയർ ആയോ? ഭാഗം മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയത് എഴുതി വെച്ചേക്കുന്നത്. അറിയത്തില്ലേ എന്തുവാ ചേട്ടാ? ആ O2ന്റെ കാര്യം എന്തുവാ ചേട്ടാ?
പറയണം എന്നല്ലേ പറഞ്ഞത്? ഇത് ഓണാക്കി വെച്ചോ. അതറിയാം. വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞോ? നോക്കിയേ. അപ്പൊ അങ്ങനെ ആണെങ്കിൽ മാട്രിക്സ് വെച്ച് നടക്കുന്ന പരിപാടികളാണ് ഞാൻ പറയാൻ പോകുന്നത്. മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ വെച്ച് ഒരു മോളിക്യൂള് ഗ്ലൂക്കോസ് അല്ല, ഇവിടെ വെച്ചല്ല, സോറി, സൈറ്റോപ്ലാസത്തിൽ വെച്ചു. എന്താണെന്നായിരുന്നു ഏറ്റവും ആദ്യം? ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ട പൈറുവേറ്റ് 3 കാർബൺ കണ്ടോ, 3 കാർബൺ ആയിട്ടുള്ള പൈറുവേറ്റ്. ഈ പറഞ്ഞ 3 കാർബൺ പൈറുവേറ്റിന് കൊണ്ട് നിങ്ങൾ ഇനി കുറച്ച് പേരുകൾ ഓർത്ത് വെക്കണം. ആ പേരുകൾ ഞാൻ ആദ്യം പറയാതെ, ആ പേരുകൾ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഈ സൈക്കിൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചേ, ഞാൻ പറയുന്ന പോലെ പേര് പറയണേ. പൈറുവേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, പൈറുവിക് ആസിഡ്, പൈറുവേറ്റ് അറിയാമോ? പിന്നെ ഓർത്ത് വെക്കേണ്ട സാധനം കോയ. എന്തുവാ? കോയ. കോഎൻസൈം എന്നാണ്. എന്തുവാ? കോഎൻസൈമേ, കോയ. ഒരു അസറ്റൈൽ ഗ്രൂപ്പ് കോയയുടെ കൂടെ ചേർന്നാൽ അസറ്റൈൽ കോയ. എന്തുവാ? അസറ്റൈൽ കോയ. ഈ പേരുകൾ ജസ്റ്റ് ഓർത്ത് നോക്കുക. പൈറുവേറ്റ്, കോയ, അസറ്റൈൽ കോയ. ഓക്കെ ആണോ? പിന്നെ ഓർത്ത് വെക്കേണ്ട സാധനം OOA, സോറി OAA ആണ്. ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞേ. ഓക്സാലോ അസറ്റിക് ആസിഡ് ഓർമ്മയുണ്ടല്ലോ ഈ പേര്. പിന്നെ ഉള്ളത് ഈ പറയുന്ന സൈക്കിൾ ഉണ്ടല്ലോ, ഇത് ഹാൻസ് ക്രബ് എന്ന് പറഞ്ഞ ഒരാളാണ് കണ്ടുപിടിച്ചത്. ഹാൻസ് ക്രബ്, KREB. അപ്പൊ ക്രബ് സൈക്കിൾ എന്ന് പറയാറുണ്ട്. സയന്റിസ്റ്റിന്റെ പേര് ഹാൻസ് ക്രബ് എന്നാണ്. ഹാൻസ് ക്രബ്, ആ പുള്ളിയുടെ പേരിൽ ഈ സൈക്കിൾ അറിയപ്പെടുന്നത്. പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ട് ക്രബ് സൈക്കിൾ. അല്ലെ നമുക്ക് വിളിക്കാം സിട്രിക് ആസിഡ് സൈക്കിൾ, കാരണം ഇതിനകത്ത് സിട്രിക് ആസിഡ് ഉണ്ടാവുന്നു. ക്ലിയർ ആയോ? അല്ലെ ട്രൈ കാർബോക്സിലിക് സിട്രിക് ആസിഡ് സൈക്കിൾ, അങ്ങനെയും പറയാം. TCA സൈക്കിൾ എന്നും വിളിക്കാറുണ്ട്. എന്തുവാ? TCA സൈക്കിൾ. എന്തുവാ? ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. മനസ്സിലായോ? അപ്പൊ ഇത്രയും പേരുകളാണ് ഇത് അറിയപ്പെടുന്നത്. ക്രബ് സൈക്കിൾ എന്നോ, ട്രൈ കാർബോക്സിലിക് സിട്രിക് ആസിഡ് സൈക്കിൾ എന്നോ, സിട്രിക് ആസിഡ് സൈക്കിൾ എന്നോ വിളിക്കാം. കാരണം മനസ്സിലായോ? അപ്പൊ ഉറപ്പായിട്ട് ഇതിനകത്ത് ഒരു സാധനം കാണും. ആരാ? സിട്രിക് ആസിഡ്. ആര് കാണും? സിട്രിക് ആസിഡ്. ഓക്കെ ആണോ? ഓക്സാലോഅസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്. ഓക്കെ അല്ലേ? പിന്നെ ഓർത്ത് വെക്കേണ്ട ആളാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്ന് പറഞ്ഞേ. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ഓക്കെ ആണോ? പിന്നെ ഓർമ്മ ഓർത്ത് വെക്കേണ്ടത് സക്സീനിക് ആസിഡ്. എന്തുവാ? സക്സീനിക് ആസിഡ്. പിന്നുള്ള ഒന്നാണ് മാലിക് ആസിഡ്. എന്തുവാ? മാലിക് ആസിഡ്. ഓക്കെ ആണോ? ഏതൊക്കെയാ പറഞ്ഞത്? പൈറുവേറ്റ്, കോയ, അസറ്റൈൽ കോയ, ഓക്സാലോ അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, സക്സീനിക് ആസിഡ്, പിന്നെന്ത് പറഞ്ഞേ? മാലിക് ആസിഡ്. ഇത്രയും ആൾക്കാരുടെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും പേര് അറിയാൻ നിങ്ങൾക്ക് ഈ സൈക്കിൾ വരച്ചെടുക്കാൻ പറ്റത്തില്ല.
പറഞ്ഞാൽ മനസ്സിലായി. അവിടെ പ്രത്യേകതകൾ എന്തുവാ നമ്മൾ പറഞ്ഞു വരും സൈക്കിളിനാണ്. ശരി, ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ കഥ തുടങ്ങുന്ന എവിടുന്ന? ഇപ്പം നമ്മുടെ കയ്യിലുള്ള സാധനം എന്ത്? ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞപ്പോൾ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡിലെ പൈറുവേറ്റ്. ഒരു മോളിക്യൂളിൻ്റെ കാര്യം പറഞ്ഞു പോകാം. പൈറുവേറ്റ് അല്ലേ? എത്ര കാർബണാ? 3 കാർബൺ ഉണ്ട്. കോ എൻസൈമെ പൈറുവേറ്റ് ചേരുന്നു. ഉണ്ടാകുന്ന സാധനത്തിൻ്റെ പേരാണ് എന്ത്? അസറ്റൈൽ കോയ. എന്തുവാ? അസറ്റൈൽ കോയ. അസറ്റൈൽ കോ എൻസൈം. ആരൊക്കെയാ? പൈറുവേറ്റ് ഉണ്ടായിരുന്നല്ലോ, പൈറുവേറ്റും പിന്നെ കോയ. പൈറുവേറ്റും കോയയും കൂടെ ചേർന്നപ്പോൾ എന്തുണ്ടായി? അസറ്റൈൽ കോയ ഉണ്ടായി. എന്തുവാ? അസറ്റൈൽ കോയ. ഈ ഒരു സൈക്കിളിനകത്ത് നിങ്ങൾക്ക് പല സ്ഥലത്ത് ഡീകാർബോക്സിലേഷൻ കാണാൻ പറ്റും. എന്തുവാ? ഡീകാർബോക്സിലേഷൻ. എന്തുവാ ഡീകാർബോക്സിലേഷൻ? റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ്. അതാ ഡീകാർബോക്സിലേഷൻ. കാർബോക്സി ഗ്രൂപ്പില്ല, കാർബൺ ഡയോക്സൈഡ് ഗ്രൂപ്പ്, അതിനെ റിമൂവ് ചെയ്യും. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ ഈ സൈക്കിളുകളിൽ പലയിടത്തും നിങ്ങൾക്ക് എന്ത് കാണാം? ഡീകാർബോക്സിലേഷൻ കാണാം. എത്ര മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത് ഈ സൈക്കിൾ പഠിക്കുന്നതിന് മുമ്പ്? ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് CO2 ആണ് ലീവ് ചെയ്യപ്പെടുന്നത്? 3. അപ്പോൾ എത്ര ഡീകാർബോക്സിലേഷൻ നടക്കണം ഈ സൈക്കിളിൽ? 3. ഉറപ്പിച്ചു വെച്ചോ, 3 ഡീകാർബോക്സിലേഷൻ നടന്നിരിക്കണം. എന്നാലേ 3 കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്തു, അല്ലെ റിമൂവ് ആയി പോകൂ. ഈ പൈറുവേറ്റിനകത്തുനിന്നാണ് റിമൂവ് ചെയ്ത് പോകുന്നത്. ഒന്നാമത്തെ ഡീകാർബോക്സിലേഷൻ നടക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ. അതായത് പൈറുവേറ്റ് ഉണ്ടായിരുന്നു, കോയ ചേർന്നു, അസറ്റൈൽ കോയ ഉണ്ടായില്ലേ? ആ സമയത്ത് തന്നെ എന്ത് റിമൂവ് ചെയ്തോണം പറഞ്ഞു? ഒരു കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്തോ പറഞ്ഞു. ഫസ്റ്റ് ഡീകാർബോക്സിലേഷൻ നടന്നല്ലോ. ആ സമയത്ത് തന്നെ എന്ത് നടക്കുന്നുണ്ട്? NAD+ ഇല്ലായിരുന്നു, NAD+, അത് NADH+H+ ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ. അപ്പൊ തന്നെ എത്ര ATP ഇക്വലന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടി? 3 ATP. ഒരു NADH എത്ര ATP ആണ്? 3 ATP ആണ്. പറഞ്ഞല്ലേ? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് ഓർത്ത് വെക്കേണ്ട 2 സാധനങ്ങൾ, NAD+ എന്തുവാകും? NADH+H+ ആവും. ഒരു ഡീകാർബോക്സിലേഷൻ ആവും. എന്താവുമ്പോൾ 3 കാർബൺ ഉള്ള പൈറുവേറ്റ് അസറ്റൈൽ കോഎൻസൈമെ ആവും. എടാ 3 കാർബൺ അല്ലായിരുന്നു? അതിൽ നിന്നല്ലേ ഒരു കാർബൺ ഡയോക്സൈഡ് പോയത്? അപ്പോൾ ഇപ്പോൾ എത്ര കാർബൺ കാണും? 3 കാർബൺ ഉള്ള കോമ്പൗണ്ടിൽ നിന്ന് ഒരു കാർബൺ ഡയോക്സൈഡ് പോയി. കാർബൺ ഡയോക്സൈഡിനകത്ത് എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ. ഒരെണ്ണം അങ്ങ് പോയി. അപ്പം ഇനി ബാക്കി എത്ര കാർബൺ? അപ്പോൾ അസറ്റൈൽ കോഎൻസൈമെ എത്ര കാർബൺ ആയിരിക്കും? 2 കാർബൺ. എത്ര? 2. കാരണം ഒരു കാർബൺ ഡയോക്സൈഡ് അങ്ങ് പോയില്ലയോ? ഒരു CO2 അങ്ങ് പോയി. ഇതിനകത്തുനിന്നാണ് പോയത് 3 കാർബണിൽ. അപ്പോൾ ഇനി ബാക്കി എത്ര കാർബൺ ഉള്ള? 2 കാർബൺ. അപ്പോൾ 2 കാർബൺ എന്തുണ്ടായി? അസറ്റൈൽ കോഎൻസൈമെ ഉണ്ടായി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അസറ്റൈൽ കോഎൻസൈമെ ഉണ്ടായി. ക്ലിയർ ആണോ? ഇത്രയും ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഓർത്ത് വെക്കേണ്ട സാധനം, ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന സാധനം മാട്രിക്സിലുണ്ട് മൈറ്റോകോൺഡ്രിയയിൽ. ഏതാ? OAA. ഇതിനെന്ത് വിളിക്കുന്നത്? OAA. ഓക്സാലോ അസറ്റിക് ആസിഡ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മാട്രിക്സിലുണ്ട്. ഓക്സാലോ അസറ്റിക് എത്ര കാർബൺ ആണെന്നറിയാം? 4 കാർബൺ കോമ്പൗണ്ട്. എത്ര? 4 കാർബൺ കോമ്പൗണ്ട്. ഓക്സാലോ അസറ്റിക് ആസിഡും അസറ്റൈൽ കോഎൻസൈമയോടെ കണ്ടൻസ് ചെയ്യും ഒരുമിച്ച്. ആരൊക്കെയാ? അസറ്റൈൽ കോഎൻസൈമെ 2 കാർബൺ ഉള്ള, ഓക്സാലോ അസറ്റിക് ആസിഡ് 4 കാർബൺ, രണ്ടും കൂടെ കണ്ടൻസ് ചെയ്യും. 4ഉം 2ഉം കൂടെ ചേർന്ന് എത്ര? 6. അപ്പം 6 കാർബൺ ഉള്ള സിട്രിക് ആസിഡ് ഉണ്ടാവും. എന്തുണ്ടാവും? പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയ? ഞാൻ പറഞ്ഞു പൈറുവേറ്റ് കോയ ചേർന്ന് അസറ്റൈൽ കോയ അല്ലേ? അസറ്റൈൽ കോഎൻസൈമെ അല്ലെ? അസറ്റൈൽ കോയ എന്ന് എഴുതിയായിരുന്നു. എത്ര കാർബൺ? അസറ്റൈൽ കോയ 2 കാർബൺ. മാട്രിക്സിൽ നേരത്തെ ആരുണ്ട്? OAA. എന്തുവാ OAA? ഓക്സാലോ അസറ്റിക് ആസിഡ്. 4 കാർബണുള്ള OAAയും അസറ്റൈൽ കോയയും കൂടെ ചെയ്യും. അപ്പൊ എത്ര കാർബണാവും? 6 കാർബൺ. നിങ്ങളുടെ ആദ്യത്തെ 6 കാർബൺ കോമ്പൗണ്ട് ഏതാ നിങ്ങൾ പഠിക്കുന്നത്? സിട്രിക് ആസിഡ്. ഏതാ? ക്ലിയർ ആയ? ഞാൻ പറഞ്ഞു ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ ഓക്സാലോ അസറ്റിക് ആസിഡ് എഴുതണം, അസറ്റൈൽ കോഎൻസൈം എഴുതണം. ഇത് രണ്ടും കൂടെ കണ്ടൻസ് ചെയ്ത് ആരുണ്ടാവുന്നത്? സിട്രിക് ആസിഡ് ഉണ്ടാവുന്നത്. അത് എത്ര കാർബണാ? 6 കാർബൺ. ക്ലിയർ ആയ പറഞ്ഞത്? ഇനി എന്ത് സംഭവിക്കുന്നറിയാം? ഈ സിട്രിക് ആസിഡ് വീണ്ടും ഒരു ഡീകാർബോക്സിലേഷന് വിധേയമാവും. എത്ര കാർബൺ ആയിരുന്നു സിട്രിക് ആസിഡ്? 6. അതിൽ നിന്ന് എന്ത് പോവും? ഒരു കാർബൺ ഡയോക്സൈഡ് പോകും, ഡീകാർബോക്സിലേഷൻ. ഇനി എത്ര കാർബൺ ആയിരിക്കും ബാക്കി? 5 കാർബൺ. ഏക 5 കാർബൺ കോമ്പൗണ്ട് ഈ സൈക്കിളിൽ പഠിക്കാനുള്ള ആരാന്നറിയാമോ? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ഏതാ? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, എൻട്രൻസിന് ചോദിക്കാറുണ്ട്. നെയിം ദ ഓൺലി 5 കാർബൺ കോമ്പൗണ്ട് ഫോംഡ് ഇൻ ക്രബ് സൈക്കിൾ, അല്ലെ സിട്രിക് ആസിഡ് സൈക്കിൾ, അല്ലെ TCA സൈക്കിൾ. ഏതാ? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. എപ്പോഴാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടാവുന്നത്? വെൻ സിട്രിക് ആസിഡ് അണ്ടർഗോസ് ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ ഒരു കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യാനല്ലേ?
ആറിന്ന് അല്ലെ 6 കാർബൺ ആയിരുന്നു, അതൊരു സി പോയി CO2. അപ്പൊ ഇനി ബാക്കി 5 കാർബൺ ഉള്ള ആരുണ്ടായി? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ഡീകാർബോക്സിലേഷൻ എവിടെയൊക്കെ നടക്കുന്നു അവിടെയൊക്കെ നിങ്ങൾ എന്ത് എഴുതണം? NAD+, NADH+, H+ ആവുന്നതായിട്ട്. അപ്പൊ ഇവിടെ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാമല്ലോ. നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തത് തന്നെ കണ്ട് ഇവിടെയും കൊണ്ട് റിപ്പീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. എത്ര കാർബണാ? 5 കാർബൺ. എത്ര? 5 കാർബൺ. ഇനി ഇത് വീണ്ടും എന്ത് സംഭവിക്കും? ഒരു ഡീകാർബോക്സിലേഷൻ. അപ്പൊ നിങ്ങളുടെ ഏകദേശം തീരുമാനമായി 3 ഡീകാർബോക്സിലേഷൻ കഴിയുവേ. മൊത്തം 3 എണ്ണല്ലായിരുന്നു വേണ്ടേ? ഒന്ന് ആദ്യത്തെ സ്റ്റെപ്പിൽ നടന്നു, 2 സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആകുമ്പോൾ രണ്ടാമത്തെ ഡീകാർബോക്സിലേഷൻ. തൊട്ടടുത്ത സ്റ്റെപ്പിൽ തന്നെ എന്ത് ചെയ്യണം? അടുത്ത ഡീകാർബോക്സിലേഷൻ. CO2 പുറത്തോട്ട്, NAD+ എന്തൊക്കെയായി മാറുന്നു? NADH+, H+. ക്ലിയർ ആണോ? അതുകൂടാതെ എക്സ്ട്രാ ആയിട്ടൊരു കാര്യം വരുന്നത് അവിടെ GDP, ഗ്വാനോസിൻ ഡൈഫോസ്ഫേറ്റ്, അത് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന സാധനം ഉണ്ടാകുന്നു. GTP ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും നിങ്ങൾ ഇതുവരെ ATP കേട്ടു അല്ലേ, NADH കേട്ടു അല്ലേ. ഇതേപോലെ എനർജിയുടെ ഒരു ഇക്വലന്റ് ആയിട്ടുള്ള സാധനം എന്തുവാ? GTP. എന്തുവാ? GTP ഉണ്ടാകുന്ന എവിടുന്ന? GDP. ATP എവിടുന്നായിരുന്നു ഉണ്ടായത്? ADP. NADH എവിടുന്ന ഉണ്ടായത്? NAD+. ആണോ? അപ്പൊ ഇവിടെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒരു സാധനം എഴുതി ഇട്ടേക്കണം. എന്തുവാ? GDP എന്തായി മാറുന്നുണ്ട്? ഒരു GTP ആയി മാറുന്നുണ്ട്. GDP എന്തായി മാറുന്നുണ്ട്? ഒരു GTP. ക്ലിയർ ആണോ പറഞ്ഞത്? പിന്നെ ഒരു GTP ശരിക്കും ഇക്വലന്റ് ടു ഒരു ATP ആണ് 1 ATP. ഒരു GTP ഒരു ATPക്ക് ഈക്വലാണ് ഏകദേശം എനർജി. ഒരു NADH എത്ര ATPക്ക് ഈക്വൽ ആയിരുന്നു? ഒരു NADH 3 ATP. ക്ലിയർ ആയത്രേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഒരു ഡീകാർബോക്സിലേഷന് വിധേയമായി. ആ സമയത്ത് NAD+, NADH+, H+ ആയി. കൂടാതെ GDP എന്തുവായി? ക്ലിയർ ആണോ? ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോയില്ലേ? 5 ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോയപ്പോൾ ഇനി എത്ര കാർബണാണ് ബാക്കിയുള്ളത്? 4. ക്ലിയർ ആണോ? അങ്ങനെ അടുത്ത 4 കാർബൺ കോമ്പൗണ്ട്, നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ച 4 കാർബൺ കോമ്പൗണ്ട് ഏതാ? OAA, ഓക്സാലോ അസറ്റിക്. അടുത്ത 4 കാർബണിൽ വരും, അതേതാ? സക്സീനിക് ആസിഡ്. ഏതാ? സക്സീനിക് ആസിഡ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി എല്ലാം 4 കാർബണാണ് ഉള്ളത്. ഇനി ആകെ ഉള്ളത് ഒരാളെ കൂടെ ഉള്ളു പഠിക്കാൻ. ആരാ? മാലിക് ആസിഡ്. ഇനി ഒരാളുടെ അല്ലേ ഉള്ളൂ മാലിക് ആസിഡും കൂടെ. കഴിഞ്ഞ ഒരു പടി തുടങ്ങിയത് പൈറൂവേറ്റ്, കോയ ചേർന്നു അസറ്റൈൽ കോയ, അസറ്റൈൽ കോയയുടെ കൂടെ OAA ചേർന്നു സിട്രിക് ആസിഡ്, സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, അത് സക്സീനിക് ആസിഡ്. അതെന്തായി മാറും? മാലിക് ആസിഡ്. മാലിക് ആസിഡ് എന്താവും? ഓക്സാലോ അസറ്റിക് ആസിഡ്. അത് അസറ്റൈൽ കോയയുടെ കൂടെ ചേർന്ന് സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് എന്താവും? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. അതെന്തുവാവും? സക്സീനിക് ആസിഡ്. അതെന്തുവാവും? മാലിക് ആസിഡ്. അതെന്തുവാവും? OAA. അത് ആരുടെ കൂടെ ചേരും? അസറ്റൈൽ കോയയുടെ കൂടെ. എന്തുവാവും? സിട്രിക് ആസിഡ്. അതെന്തുവാവും? ആൽഫ കീറ്റോ. അതെന്തുവാവും? സക്സീനിക് ആസിഡ്. അതെന്തുവാവും? മാലിക് ആസിഡ്. അതെന്തുവാവും? ഓക്സാലോ അസറ്റിക് ആസിഡ്. അല്ലേ? 4 കാർബൺ. അത് 2 കാർബൺ അസറ്റൈൽ കോയയുടെ കൂടെ ചേരും. 6 കാർബൺ സിട്രിക് ആസിഡ്. 5 കാർബൺ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ആണോ? 4 കാർബൺ സക്സീനിക് ആസിഡ്, 4 കാർബൺ മാലിക് ആസിഡ്, 4 കാർബൺ ഓക്സാലോ അസറ്റിക് ആസിഡ്. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയോ? പറഞ്ഞു ക്ലിയർ ആയോ? ഇങ്ങനെയാണ് സൈക്കിൾ പോകുന്നത്. പിന്നെ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പറഞ്ഞ മനസ്സിലായോ? ഇവിടുന്ന് വരുന്നു, ഇങ്ങനെ ചേർക്കും, നേരെ പിന്നെ റിപ്പീറ്റ്. ക്ലിയർ ആണ്? ഇതിൽ ഓർത്ത് വെക്കേണ്ടത് 3 ഡീകാർബോക്സിലേഷൻ. എവിടൊക്കെയാണ് ഡീകാർബോക്സിലേഷൻ നടന്നത്? ഒന്നാമത്തെ ഡീകാർബോക്സിലേഷൻ നടന്നത് എവിടെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ത് വരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്? പൈറുവേറ്റിന് കൂടെ കോയ ചേരുന്നു, അസറ്റൈൽ കോയ ഉണ്ടാവും. അവിടെ വെച്ച് NAD+ എന്തുമായി മാറും? NADH+, H+. ശരിയാണോ? അസറ്റൈൽ കോയ ഉണ്ടായാൽ അപ്പുറത്തൊരു 4 കാർബൺ സാധനം ഇരിപ്പുണ്ടായിരുന്നു. ആരാ? ഓക്സാലോ അസറ്റിക് ആസിഡ്. അത് വന്ന് ചെയ്യും. അങ്ങനെ 6 കാർബൺ ആയിട്ടുള്ള ആദ്യത്തെ കോമ്പൗണ്ടായ സിട്രിക് ആസിഡ് ഉണ്ടാവും. ശരിയാണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഇത് കഴിഞ്ഞിട്ട് ശരിക്കും ഇതിന്റെ ഇടയ്ക്ക് ഒരു ഐസോസിട്രിക് ആസിഡ് എന്ന സാധനം ഉണ്ടാകുന്നുണ്ട്. ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ല, അതായത് എഴുതിയിട്ടില്ല. ഐസോസിട്രേറ്റ് അല്ലെ ഐസോസിട്രിക് ആസിഡ്. വിട്ടേ. ഇവിടെ ഒരു സക്സനൈൽ കോയ ഉണ്ടാകുന്നുണ്ട്, പിന്നെ സക്സീനിക് ആസിഡ് ഉണ്ടാകും. അതൊക്കെ വിട്ടേ. ഇപ്പൊ എക്സാമിന് വേണ്ടതല്ലേ. സിട്രിക് ആസിഡ് 6 കാർബൺ അല്ലേ? അതിനെന്ത് സംഭവിക്കും? സെക്കൻഡ് ഡീകാർബോക്സിലേഷൻ ആണ്. അപ്പൊ NAD+ എന്താവണം? NADH+, H+ ആണ്. ശരിയാണോ? കാർബൺ ഡൈ ഓക്സൈഡ് പോയില്ലേ 6 കാർബണിൽ നിന്ന്? അപ്പൊ 5 കാർബൺ കോമ്പൗണ്ട് അല്ലേ ഉണ്ടാവണ്ടേ? ഏക 5 കാർബൺ കോമ്പൗണ്ട് ഏതാ ക്രെബ്സ് സൈക്കിളിൽ പഠിക്കുന്നത്? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ശരിയാണോ? അവൻ നെക്സ്റ്റ് അടുത്ത ഡീകാർബോക്സിലേഷൻ നടത്തും. CO2 പോകും. എത്ര കാർബൺ ഉണ്ടാവും? 4 കാർബൺ കോമ്പൗണ്ട്.
അതിന്റെ പേരെന്തോ ആദ്യത്തെ 4 സക്സീനിക് ആസിഡ്. ക്ലിയർ ആണോ പറഞ്ഞത്? സക്സീനിക് ആസിഡ് എത്ര കാർബണാ? 4 കാർബൺ. അവിടെ നിന്ന് എന്തുണ്ടാവും? മാലിക് ആസിഡ് ഉണ്ടാവും. അവിടെ ഓർത്തോണം, അവിടെ വെച്ച് FAD പ്ലസ് എന്തുവാ? FADH2 ഉണ്ടാവുന്നുണ്ട്. എന്തുവാ? FADH2. ദിസ് ഈസ് ഈക്വലൻ ടു 2 ATP. ഒരു FADH2 2 ATPക്ക് ഈക്വൽ ആണ്. അത് എപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് അറിയാമോ? സക്സീനിക് ആസിഡ് SM ഓർത്താൽ മതി. SM ആവുമ്പോൾ FAD പ്ലസ് എന്തായി മാറും? FADH2 ആയി മാറും. FADH2 എത്ര ATPക്ക് തുല്യമാണെന്ന് ചോദിച്ചാൽ 2 ATP. NADH എത്ര ATPക്ക് തുല്യമാണ്? 3. ഒരു GTP എത്ര ATPക്ക് തുല്യമാണ്? 1 ATP. ക്ലിയർ ആയല്ലോ? അപ്പൊ മാലിക് ആസിഡ് കിട്ടിയില്ലയോ? മാലിക് ആസിഡ് പിന്നെ എന്താവും നമ്മൾ പറഞ്ഞു? ഓക്സാലോ അസറ്റിക് ആസിഡ്. അവിടെ വെച്ച് NAD പ്ലസ് എന്താണ് ആവുന്നതായിട്ട് കാണിക്കുക? NADH പ്ലസ് H പ്ലസ്. ഓക്കെ ആണോ? ഒന്നും കൂടെ ഞാൻ പറയാം. ബോഡി നോക്കാതെ ഇങ്ങോട്ട് നോക്കിക്കും. അതായത് മാട്രിക്സിലോട്ട് ആരെ കൊണ്ടുവന്നു? സൈറ്റോപ്ലാസത്തിൽ നിന്ന് പൈറുവേറ്റിനെ കൊണ്ടുവന്നു. 3 കാർബൺ. പൈറുവേറ്റുമായിട്ട് ആര് ചേർന്നു? കോയ. അസറ്റൈൽ കോയ ഉണ്ടായി. 2 കാർബൺ. കാരണം ഒരു കാർബൺ ഡയോക്സൈഡ് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ പോകുന്നുണ്ട്. അപ്പൊ 3 ന് 2 ആയി മാറും. അസറ്റൈൽ കോയയുടെ കൂടെ ആരും ഒന്ന് ചേരും? OAA. എന്തുവാ OAA? ഓക്സാലോ അസറ്റിക് ആസിഡ്. ആ 4 കാർബൺ. 4ഉം 2ഉം കൂടെ ചേർന്നാൽ 6 കാർബൺ എന്തുണ്ടാവും? സിട്രിക് ആസിഡ്. നമ്മുടെ മെയിൻ ആണ് അല്ലെ? സിട്രിക് ആസിഡ് സൈക്കിൾ എന്നാ പറയുന്നത്. സിട്രിക് ആസിഡ് ഉണ്ടായി. 6 കാർബൺ. അവനകത്തുനിന്ന് ഒരു കാർബൺ ഡയോക്സൈഡ് പോകും. വീണ്ടും രണ്ടാമത്തെ ഡീകാർബോക്സിലേഷൻ. അപ്പൊ 6ൽ നിന്ന് ഒരു കാർബൺ ഡയോക്സൈഡ് പോയി 5 കാർബൺ. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടായല്ലോ. അവനിൽ നിന്ന് വീണ്ടും ഒരു കാർബൺ ഡയോക്സൈഡ് പോയി 5ൽ നിന്ന്. അപ്പൊ എന്തോ ഉണ്ടാവണ്ടേ? 4 കാർബൺ. അതേതാ? സക്സീനിക് ആസിഡ്. SEM മാലിക് ആസിഡ്. ശരിയാണോ പറഞ്ഞത്? ഇതിന് മുമ്പ് ഓർത്തോണം, സക്സീനിക് ആസിഡ് ആവുന്ന ആ സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്പിൽ വെച്ച് തന്നെ 3 പരിപാടികളാണ്. കാർബൺ ഡയോക്സൈഡ് പോയി, NAD പ്ലസ് NADH പ്ലസ് H പ്ലസ് ആയി, GDP GTP ആയി. മറന്നുപോകരുത്. അതായത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഇല്ലേ, അവിടുന്ന് സക്സീനിക് ആസിഡ് ഉണ്ടാവുമ്പോൾ 3 സാധനങ്ങളാണ് സംഭവിക്കുന്നത്. ഡീകാർബോക്സിലേഷൻ, NAD പ്ലസ് NADH പ്ലസ് H പ്ലസ് ആവുന്നു, GDP GTP ആവുന്നു. ഇത്രയും സാധനം. അപ്പോഴാണ് സക്സീനിക് ആസിഡ് കിട്ടുന്നത്. SC എന്നിലോട്ട് പോകുമ്പോഴാണ് FAD പ്ലസ് എന്തോ ആവുന്നത്? FADH2 ആവുന്നത്. മാലിക് ആസിഡ് എന്തായി മാറും? ഓക്സാലോ അസറ്റിക് ആസിഡ്. ഇവൻ ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. സിട്രിക് ആസിഡ് ഉണ്ടാവണമെങ്കിൽ OAA ഉണ്ടാവണം മാട്രിക്സിൽ. അതും അസറ്റൈൽ കോയയോടെ ചേർന്നിട്ടാ സിട്രിക് ആസിഡ് ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായോ? അവിടെ നിങ്ങൾ എന്ത് കാണിക്കണം? മാലിക് ആസിഡിൽ നിന്ന് ഓക്സാലോ അസറ്റിക് ആസിഡ് ആവുമ്പോൾ NAD പ്ലസ് NADH പ്ലസ് H പ്ലസ് ആവും. ക്ലിയർ ആയോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, GTP ഉണ്ടാവുന്ന സ്റ്റെപ്പ് ഏതാ? പറഞ്ഞേ. GTP ഉണ്ടാവുന്ന സ്റ്റെപ്പ് ഏതാ? ഏത് സ്റ്റെപ്പിലാണ്? When alpha ketoglutaric acid is converted to മനസ്സിലായോ? ക്ലിയർ ആയോ? എവിടെ വെച്ചാ FADH2 ഉണ്ടാവുന്നത്? സക്സീനിക് ആസിഡ് മാലിക് ആസിഡ് ആണ്. ഫസ്റ്റ് ഡീകാർബോക്സിലേഷൻ നടക്കുന്ന എവിടെയാണ്? പൈറുവേറ്റ് അസറ്റൈൽ കോയ ആവുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ആദ്യത്തെ 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവുന്ന ആരൊക്കെ ചേരുമ്പോഴാണ്? അസറ്റൈൽ കോഎൻസൈമെയും ഓക്സാലോ അസറ്റിക് ആസിഡ്. 4ഉം 2ഉം 6. അതാണ് സിട്രിക് ആസിഡ്. ആണോ? ഏക 5 കാർബൺ കോമ്പൗണ്ട് ഏതാണ് സിട്രിക് ആസിഡ് സൈക്കിൾ? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക്. ക്ലിയർ ആണോ? കാൽക്കുലേറ്റ് ചെയ്താലും മൊത്തം എത്ര ATP ഉണ്ടായിരുന്നു? ഇവിടെ കൺസംഷൻ ഉണ്ടായിരുന്നു ATPയുടെ? ഇല്ല. ATP ധാരാളം ഉണ്ടാവുമായിരുന്നു. ശരിയല്ലേ? നോക്കിക്കേ, ഒരു NADH, 2 NADH, 3 NADH, 4 NADH. ആണോ? ഒരു NADH എത്ര ATP യാ? 3. അപ്പൊ 4 NADH അല്ലേ ഇവിടെ ഉണ്ടായത്? അപ്പൊ 4 ഗുണം 3 12 ATPക്ക് തുല്യമായിട്ടുള്ള എനർജി ഉണ്ടായല്ലോ. ശരി, അതവിടെ നിൽക്കട്ടെ. പിന്നെ ആരുണ്ട് ഇവിടെ? അതാണ്ട് GTP. ഒരു GTP ഉണ്ടായില്ലായിരുന്നു? ഒരു GTP എന്തിനു തുല്യമാ? ഒരു ATPക്ക് തുല്യമാണ്. പിന്നെ FADH2 ഉണ്ടായില്ലേ പറഞ്ഞു? ഒരു FADH2 എത്ര ATPക്ക് തുല്യമാ? 2 ATP. ഞാൻ പറഞ്ഞ മനസ്സിലായി? 12, 13, 14 ATP ഉണ്ടായി. ശരിയാണോ? 15 ATP ഉണ്ടായി. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? 15 ATP ഉണ്ടായി.
ഒരു പൈറൂവേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ അല്ലേ ആണോ എത്ര ATP ഉണ്ടായത്? ക്ലിയർ ആയി? പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പറഞ്ഞേന്നു ആരെങ്കിലും ഒരാൾ പറഞ്ഞു. നീ പറഞ്ഞേ, മഹേശ്വർ പറഞ്ഞേ. പൈറുവേറ്റ് ആരുടെ കൂടെ ചേരും? കോയയുടെ കൂടെ. എന്തുണ്ടാവും? അസിറ്റൈൽ കോയിൻസൈമ ഉണ്ടാവും. അത് എത്ര കാർബണാ? 2. കാരണം പൈറുവേറ്റ് കോയയുടെ കൂടെ ചേരുന്നു. അപ്പം അസറ്റൈൽ കോയ ഉണ്ടാവുന്നില്ലേ? ആ സമയത്ത് ഒരു കാർബൺ ഡൈഓക്സൈഡ് റിമൂവ് ചെയ്തു. ശരി, അസറ്റൈൽ കോയയുടെ കൂടെ ആര് ചേരും? OA ഓക്സാലോ അസറ്റിക്. അത് എത്ര കാർബണാണ്? 4. 4ഉം 2ഉം കൂടെ 6 കാർബൺ. പിന്നെ സിട്രിക് ആസിഡിന് എന്ത് പോകും? അപ്പൊ 5 കാർബൺ എന്തോ കിട്ടും? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക്. അതിൽ നിന്ന് വീണ്ടും ഒരു കാർബൺ ഡൈഓക്സൈഡ്. 4 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവും. എന്തോ എന്റെ പേര്? സക്സീനിക് ആസിഡ്. പിന്നെ എന്തായി മാറും? മാലിക് ആസിഡ്. പിന്നെ കാർബൺ ഡൈഓക്സൈഡ് റിമൂവൽ ഇല്ലല്ലോ. അപ്പൊ 4 കാർബൺ തന്നെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. സക്സീനിക് ആസിഡ് എന്തായി? മാലിക് ആസിഡ്. ആ സമയത്ത് FAD+ എന്തായി? FADH2 ആയി. ശരിയാണോ? മാലിക് ആസിഡ് എന്തായി മാറും? ഫൈനലി നമ്മുടെ OA ഓക്സാലോ അസറ്റിക്. ക്ലിയർ ആയോ? മനസ്സിലായ ക്രെബ്സ് സൈക്കിൾ? മനസ്സിലായ സിട്രിക് ആസിഡ് സൈക്കിൾ? ക്ലിയർ ആണോ എല്ലാവർക്കും? പേരുകൾ ഓർമ്മയുണ്ടല്ലോ. പൈറുവേറ്റ് കോയ അസറ്റൈൽ കോയ. OAA ഓക്സാലോ അസറ്റിക് ആസിഡ്. സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. സക്സീനിക് ആസിഡ് മാലിക് ആസിഡ് ഓക്സാലോ അസറ്റിക് ആസിഡ്. അസറ്റൈൽ കോയയുടെ കൂടെ ചേർന്ന് സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സീനിക് ആസിഡ് മാലിക് ആസിഡ് പിന്നെ ഓക്സാലോ അസറ്റിക് ആസിഡ്. ക്ലിയർ ആണ്? എത്ര ഡീകാർബോക്സിലേഷൻ? എത്ര കാർബൺ ഡൈഓക്സൈഡ് റിമൂവ് ചെയ്ത് പോയി? എത്ര NAD+ NADH ആയി? 4. ഈ വട്ടത്തിലെ സൈക്കിളിൽ തന്നെ 3 ഉണ്ട്. അത് കൂടാതെ ആദ്യത്തെ സ്റ്റെപ്പിൽ അല്ലേ? അപ്പൊ മൊത്തം 4 NADH. എത്ര H+ റിമൂവ് ചെയ്തെന്ന് പറയുന്നത്? എത്ര H+ റിമൂവ് ചെയ്തു? 4 H+ റിമൂവ് ചെയ്തു. ശരിയല്ലേ? ആണ്ട്ര 1 എത്ര NADH ഉണ്ടാവുന്നു അവിടെ തന്നെ 4 H+ റിമൂവ് ആവുന്നു. ശരിയാണോ? അപ്പൊ 4 H+ റിമൂവ് ചെയ്യും. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആയോ? പറഞ്ഞു നോക്കിക്കോ.